ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പാർട്ട് തന്നെയാണ്. നമ്മൾ സെമ്മർ ടേം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള രണ്ട് ടെക്നിക്സ് ആണ്. ഒന്ന് AFM അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, രണ്ട് STM സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഫസ്റ്റ് നമുക്ക് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി എന്താണെന്ന് നോക്കാം. കാരണം സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയുടെ അണ്ടറിൽ വരുന്ന രണ്ട് ടെക്നിക്കുകളാണ് AFM STM അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയും സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിയും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ പറയുന്ന പോലെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി എന്താണ് എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡിവിഷൻസ് ആയിട്ടുള്ള AFM ആൻഡ് STM പോവാം. ഓക്കെ, but scanning probe microscopy SPM belongs to the branch of microscopy which produce high definition images of a surface using a physical probes that can scan the samples. Okay, അപ്പം നമ്മുടെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പിക് ടെക്നിക് ഇൻ വിച്ച് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സർഫസ് അനാലിസിസ് ആണ് യൂഷ്വലി നടത്തുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് പ്രൊഡ്യൂസ് ഹൈ ഡെഫിനിഷൻ ഇമേജസ് ഓഫ് ദി സർഫസിൻ്റെ ഒരു സാമ്പിളിൻ്റെ സർഫസിനെ കുറിച്ചിട്ടുള്ള ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൃത്യതയോടെയുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ഈ പറയുന്ന സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി വഴി ലഭിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മളൊരു സർഫസിനെ സ്കാൻ ചെയ്യുന്നത് പ്രോബ് യൂസ് ചെയ്തിട്ടാണ്, ഡിഫറെൻറ്റ് പ്രോബ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന സർഫസ് സ്കാൻ ചെയ്തിട്ട് ഹൈ ഡെഫിനിഷൻ ഡേറ്റാസ് അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ ബൈ കീപ്പിംഗ് ദ പ്രോബ് സ്റ്റേഷനറി ആൻഡ് മൂവിങ് ദ സാമ്പിൾ ഓർ വൈസ് വേഴ്സ. അപ്പോൾ രണ്ട് രീതിയിൽ നടത്താം. ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പ്രോബിനെ യൂസ് ചെയ്ത് ഫിസിക്കൽ പ്രോബ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർഫസ് സ്കാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പ്രോബിനെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് സാമ്പിളിനെ മൂവ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സർഫസ് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോബിനെ മൂവ് ചെയ്തിട്ട് സാമ്പിളിനെ കോൺസ്റ്റന്റ് ആക്കി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടും നമുക്ക് നമ്മുടെ ഈ പറയുന്ന സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിക്കകത്ത് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഇന്ററാക്ഷൻ നടക്കുന്നത് പ്രോബും സാമ്പിളും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരാൾ ഫിക്സ്ഡ് ആയിരിക്കണം, ഒരാൾ മൂവിങ് ആയിരിക്കണം. പ്രോബ് ഫിക്സ്ഡ് ആണെങ്കിൽ സാമ്പിൾ മൂവിങ്, അല്ല സാമ്പിൾ ഫിക്സ്ഡ് ആണെങ്കിൽ പ്രോബ് മൂവിങ്. അങ്ങനെയാണ് നമ്മൾ സർഫസ് അനാലിസിസ് യൂഷ്വലി സ്കാനിങ് ഫോഴ്സ് മൈക്രോസ്കോപ്പിക്കകത്ത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ദ ബേസിക് കമ്പോണൻസ് ഓഫ് ദി SPM ഇൻക്ലൂഡ്സ് എ പ്രോബ് ആൻഡ് എ സ്കാനർ. അപ്പോൾ ഇവരുടെ മേജർ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ അകത്ത് ഒരു സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോബ് ഉണ്ട്, ഒരു ഫിസിക്കൽ പ്രോബ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സ്കാനറും ഉണ്ട്. ഈ രണ്ട് പാർട്ടുകളാണ് ഒരു നമ്മുടെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ. ഇനി എന്താണ് പ്രോബ് എന്ന് നോക്കിക്കേ. ദ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് ഹാസ് എ ഷാർപ്പ് പ്രോബ് ടിപ്പ് on the end of a cantilever which can scan the surface of a specimen. The tip moves back and forth in a very controlled manner and it is possible to move the probe atom by atom. അപ്പോൾ നോക്കിക്കേ, പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഇവിടെ? Probe has a sharp tip on the end of a cantilever. നമ്മുടെ കാൻഡിലിവറിന്റെ എൻഡിലായിട്ട് വരുന്ന ഒരു ഷാർപ്പ് ടിപ്പ്, അതാണ് നമ്മളിവിടെ ആക്ച്വലി പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് ഇത് ഏത് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നിക്കലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ കാൻഡിലിവർ, ഷാർപ്പ് ടിപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദി കാൻഡിലിവർ എന്ന് കാണുന്ന ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെത്തണം? സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ AFM അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. ഈ മൂന്ന് കേസസിലാണ് നമ്മുടെ ഈ പറയുന്ന ഷാർപ്പ് ടിപ്പ് അറ്റ് ദി കാൻഡിലിവർ നമ്മൾ പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാൻഡിലിവർ എന്നുള്ള പേര് കേൾക്കുമ്പോഴത്തേനെ നിങ്ങളുടെ മനസ്സിലേക്ക് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ AFM അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിരിക്കണം കേട്ടോ. ഒരു കീവേഡാണ് കാൻഡിലിവർ കേട്ടോ, പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം a scanning probe microscope has a sharp probe tip on the end of the cantilever which can scan the surface of the specimen. ആൻഡ് ഈ പറയുന്ന കാൻഡിലിവറിൻ്റെ എൻഡിൽ വരുന്ന ടിപ്പിൽ വരുന്ന അല്ലെങ്കിൽ ആ ഷാർപ്പ് ടിപ്പാണ് നമ്മളിവിടെ പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രോബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളിൻ്റെ സർഫസ് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ദ ടിപ്പ് മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ എ വെരി കൺട്രോൾഡ് മാനർ ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു മൂവ് ദി പ്രോബ് ആറ്റം ബൈ ആറ്റം. അപ്പോൾ ഈ ടിപ്പ് ഉണ്ടല്ലോ, ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ അകത്തോട്ട് പുറത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് വഴിയാണ് സർഫസ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് സാമ്പിൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ സാമ്പിളിനകത്തുള്ള ഓരോ ആറ്റം ബൈ ആറ്റം ഈ പ്രോബ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ആറ്റം ബൈ ആറ്റം എടുത്ത് നമുക്ക് ഈ പ്രോബ് യൂസ് ചെയ്തിട്ട് സാമ്പിളിൻ്റെ സർഫസ് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദ ഫോഴ്സ് deflects the cantilever when the tip gets closer to the surface of the sample, which can be measured by a laser reflected from the cantilever into photodiodes. There are many different forces that may be caused the deflection, such as the mechanical, electrostatic, magnetic, chemical, bonds, van der Waals and capillary forces. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? A force deflects the cantilever when the tip gets close to the surface of the sample. നമ്മൾ പറഞ്ഞു കാന്റിലിവറിൻ്റെ ടിപ്പിൽ ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ട്, അവരാണ് പ്രോബായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഈ പറയുന്ന ടിപ്പ് നമ്മുടെ സാമ്പിളിൻ്റെ സർഫസിൽ വരുമ്പോഴത്തേന് സാമ്പിളിൻ്റെ സർഫസിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ സാമ്പിളിൻ്റെ സർഫസുമായിട്ട് ക്ലോസറായിട്ട് വരുന്ന സമയത്ത് ദ ഫോഴ്സ് ഡിഫ്ലെക്ട്സ് ദി കാന്റിലിവറിൽ ഒരു ഫോഴ്സ് കാരണം ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, നമ്മുടെ ഈ കാന്റിലിവറിൻ്റെ ഏറ്റവും എൻഡിലായിട്ടാണ് ഈ പറയുന്ന ഷാർപ്പ് ടിപ്പ് ഉള്ളത്. ഈ ടിപ്പാണ് നമ്മുടെ സർഫസ്, സാമ്പിളിൻ്റെ സർഫസ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പിളുമായിട്ട് ഈ ടിപ്പ് ക്ലോസർ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കാന്റിലിവറിനകത്ത് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആൻഡ് ഡിഫ്ലക്ഷൻ കോസ് ചെയ്യുന്നത് ഡ്യൂ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. അവിടെ ആക്ട് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ ഫോഴ്സസ് ആവാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആവാം, മാഗ്നറ്റിക് ഫോഴ്സസ് ആവാം, കെമിക്കൽ ബോണ്ട്സ് ആവാം, വാൻ ഡർ വാൾ ഫോഴ്സസ് ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് മെഷേർഡ് ബൈ ദ ലേസർ ഡിഫ്ലക്റ്റഡ് ഫ്രം ദി കാന്റിലിവർ ഇൻ ടു ഫോട്ടോഡയോഡ്സ്. ആൻഡ് ആ ഡിഫ്ലക്ഷൻസിനെ നമുക്ക് ഫോട്ടോഡയോഡ്സിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാനായിട്ട് പറ്റും, എത്രമാത്രം ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോബുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ടുള്ള കാര്യം. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കാനിങ് പ്രോബും മൈക്രോസ്കോപ്പിക്കകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു പ്രോബും ഒരു സ്കാനറുമാണ്. അതിൽ പ്രോബിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ആക്ച്വലി ഒരു ഷാർപ്പ് ടിപ്പ് അറ്റ് ദ എൻഡ് ഓഫ് എ കാന്റിലിവർ, അതാണ് പ്രോബായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രോബ് സർഫസ് ഓഫ് ദി സാമ്പിൾ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തിട്ട് നമ്മുടെ സാമ്പിളിൻ്റെ സർഫസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഈ പ്രോബിൻ്റെ ഈ ഒരു ടിപ്പ്, കാന്റിലിവറിൻ്റെ ഈ ഒരു ടിപ്പ് നമ്മുടെ സാമ്പിളുമായിട്ട് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് കാന്റിലിവറിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആൻഡ് ഈ ഡിഫ്ലക്ഷൻ പല ഡിഫറെൻറ്റ് ടൈപ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ആൻഡ് ഈ ഡിഫ്ലക്ഷൻസിനെ നമുക്ക് ഒരു ഫോട്ടോഡയോഡിൻ്റെ സഹായത്തോടു കൂടി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ മെഷർമെൻറ്റിലൂടെ നമുക്ക് സാമ്പിളിൻ്റെ സർഫസ് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത്രയാണ് പ്രോബിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു സ്കാനർ ഉണ്ട്. അടുത്തത് സ്കാനറാണ് പ്രധാനപ്പെട്ട ഭാഗം. സ്കാനർ ഇവിടെ നമ്മളൊരു പീസോ ഇലക്ട്രിക് സ്കാനറാണ്, പീസോ ഇലക്ട്രിക് സെറാമിക് മെറ്റീരിയൽ ആണ് നമ്മളൊരു സ്കാനറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ദിസ് ഡിവൈസ് കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ദി ടിപ്പ് വിത്ത് സബ് നാനോമീറ്റർ പ്രിസിഷൻ ഇൻ ദി എക്സ്, വൈ ആൻഡ് ഇസഡ് ഡിറക്ഷൻസ് ആൻഡ് അലോ ഇറ്റ് ടു റാസ്റ്റർ ഓർ സ്കാൻ അക്രോസ് ദി സാമ്പിൾ സർഫസ്. അപ്പം ഈ പറയുന്ന പീസോ ഇലക്ട്രിക് സ്കാനർ ആണ് എന്തിനു സഹായിക്കുന്നത്, കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ദി ടിപ്പ്. ഈ പറയുന്ന കാന്റിലിവർ ടിപ്പിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന പീസോ ഇലക്ട്രിക് സ്കാനർ ആണ്. അത് എക്സ്, വൈ, ഇസഡ് ഡയറക്ഷൻസിൽ എല്ലാ ഡയറക്ഷൻസിലും നാനോമീറ്റർ ലെവലിൽ നമ്മുടെ സാമ്പിൾ സർഫസ് സ്കാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന പീസോ ഇലക്ട്രിക് സെറാമിക് മെറ്റീരിയൽ കണ്ടിട്ട് ഫോം ചെയ്തിട്ടുള്ള സ്കാനറാണ്. ഓക്കെ, ഇനി അത് ഇത്രയും ബേസിക് ആയിട്ട് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിൽ നിന്ന് കേൾക്കുന്ന ഉടനെ ഒരു പ്രോബ് ഒരു സ്കാനറുമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ആൻഡ് ആ പ്രോബ് എന്താണ്, സ്കാനർ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലേക്ക് വരണം. ഇനി നമ്മുടെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് ടെക്നിക്സ് ആണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഒന്ന് AFM അല്ലെങ്കിൽ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, ആൻഡ് രണ്ടാമത്തത് STM അല്ലെങ്കിൽ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടെക്നിക്സ് ആണ് SPM അല്ലെങ്കിൽ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയുടെ അണ്ടറിൽ വരുന്ന രണ്ട് ടെക്നിക്സ്. അപ്പോൾ നമ്മുടെ സിലബസിൽ STM, AFM എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തണം STM ഉം AFM ഉം ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി SPMൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി വർക്കിംഗ് ഓഫ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി. നമുക്ക് പൊതുവെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയുടെ, അതായത് സ്കാനിങ് പ്രോബിൻ്റെ കേസ് അത് സ്കാനിങ് ടണലിങ്ങിനും അറ്റോമിക് ഫോഴ്സിനും പൊതുവായിട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ SPM എന്നും പറഞ്ഞിട്ട് വർക്കിംഗ് ഓഫ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി പറയുന്നത്. നോക്കിക്കേ, ആദ്യം ഒരു ഷാർപ്പ് ടിപ്പ് ഉണ്ട്. എ വെരി ഷാർപ്പ് ടിപ്പ് വിത്ത് എ റേഡിയസ് ഓഫ് few nanometers is used as the probe. പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത് കാന്റിലിവറിൻ്റെ അറ്റത്ത് ഉള്ള ഷാർപ്പായിട്ടുള്ള ടിപ്പാണ്. നാനോമീറ്റർ റേഡിയസ് മാത്രമുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ടിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ പ്രോബ് ഇവിടെ ആക്ച്വലി. ദെൻ കാന്റിലിവർ, ദ ടിപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഫ്ലെക്സിബിൾ കാന്റിലിവർ. ഈ പറയുന്ന ഷാർപ്പ് ടിപ്പ് നമ്മുടെ പ്രോബായിട്ട് ആക്ട് ചെയ്യുന്ന ഷാർപ്പ് ടിപ്പ് നമ്മുടെ കാന്റിലിവറിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഫ്ലെക്സിബിൾ ആണ്. ദെൻ സ്കാനിങ്,
ദ ടിപ്പ് ഈസ് സ്കാൻഡ് അക്രോസ് ദ സർഫസ് ഓഫ് ദി സാമ്പിൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ക്യാൻഡിലിവറിന്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ടിപ്പാണ് നമ്മുടെ സാമ്പിളിന്റെ സർഫസ് സ്കാൻ ചെയ്യുന്നത്. ദെൻ ഇന്ററാക്ഷൻ. ആസ് ദ ടിപ്പ് മൂവ്സ് ഇറ്റ് ഇന്ററാക്ട് വിത്ത് ദി സാമ്പിൾ സർഫസ് ത്രൂ വേരിയസ് ഫോഴ്സസ്. ഈ ടിപ്പ് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇത് സാമ്പിളിന്റെ സർഫസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതിൻ്റെ അവിടെ പലതരത്തിലുള്ള ഫോഴ്സസ് എക്സേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ ഫോഴ്സ്, വാണ്ടർവാൾ ഫോഴ്സ്, കെമിക്കൽ ബോൺസ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ടിപ്പ് മൂവ് ചെയ്യുന്നതിന്റെ സമയത്ത് ആസ് ദ ടിപ്പ് മൂവ്സ് ഇറ്റ് ഇന്ററാക്ട് വിത്ത് ദി സാമ്പിൾ സർഫസ് ത്രൂ വേരിയസ് ഫോഴ്സസ്. സാമ്പിളിന്റെ സർഫസുമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഫോഴ്സസിന്റെ ഫലമായിട്ട് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. And the sensors detect the movement of the cantilever caused by these interactions. And ഈ ഇന്ററാക്ഷൻസിന്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ക്യാൻറ്റിലിവറിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഫോട്ടോ ഡയോഡ്സ് പോലെയുള്ള സെൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ അവിടെ ഉണ്ടായ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ ക്യാൻറ്റിലിവറിന് ഉണ്ടായിട്ടുള്ള മൂവ്മെന്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ ഇമേജ് ഫോർമേഷൻ ആണ് ഫൈനൽ സ്റ്റെപ്പ്. ദിസ് ഇൻഫർമേഷൻ ഈസ് then used to generate a highly detailed high resolution image of the surface. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, ഈ പറയുന്ന സർഫസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത ശേഷം ആ സാമ്പിളിൻ്റെ സർഫസിൻ്റെ ഒരു ഇമേജ്, ഹൈ റെസൊല്യൂഷനുള്ള അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടിടത്തും കോമൺ ആണ്. AFM-നകത്തും STM-നകത്തും കോമൺ ആയിട്ട് വരുന്ന സ്റ്റെപ്സ് ആണ്. ഷാർപ്പ് ടിപ്പ് ഉണ്ട്, ആ ടിപ്പാണ് നമ്മുടെ പ്രോബായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രോബ് എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ക്യാൻഡിലിവറിൻ്റെ എൻഡിലായിട്ടാണ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ടിപ്പാണ് നമ്മുടെ സാമ്പിളിൻ്റെ സർഫസ് പോയിട്ട് സ്കാൻ ചെയ്യുന്നത്. ആൻഡ് സ്കാനിങ്ങിൻ്റെ ടൈമിൽ എന്ത് സംഭവിക്കും, പ്രോബിൻ്റെ ടിപ്പും നമ്മുടെ സാമ്പിളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ സംഭവിക്കും. അവിടെ വ്യത്യസ്ത ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സസ്, പിന്നെ വാണ്ടർവാൾ ഫോഴ്സസ്, കെമിക്കൽ ബോൺസ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ക്യാൻഡിലിവറിൻ്റെ പൊസിഷനിങ്ങിൽ ഡിഫ്ലക്ഷൻസ് സംഭവിക്കും. ആൻഡ് ആ ഡിഫ്ലക്ഷൻസിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ്, ഫോട്ടോ ഡയോഡ്സ് പോലെയുള്ള സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ, സാമ്പിളിൻ്റെ സർഫസ് ഇമേജ് ഫോർമേഷൻ അവിടെ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പും അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് നോക്കാം. The basic principle used in scanning tunneling microscope is the tunneling of the electron between the sharp metallic tip of the probe and the surface of the sample. അപ്പോൾ നോക്കിക്കേ, ടണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഊഴ്ന്നിറങ്ങി പോവുക അല്ലെങ്കിൽ ചൂഴ്ന്നു പോകുന്ന ടണലിംഗ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ക്വാണ്ടം മെക്കാനിക്സിനകത്തൊക്കെ, സെയിം സാധനം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബേസിക് പ്രിൻസിപ്പിൾ, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അത് നമുക്ക് ചിലപ്പം ചോദിക്കാം, ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക്സ്. എന്നിട്ട് ഓപ്ഷൻസിനകത്ത് SEM, TEM, STM, AFM എന്നൊക്കെ കാണും കേട്ടോ. ഓർത്ത് വെച്ചിട്ട് STM ആണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. അവിടെയാണ് ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ഷാർപ്പ് മെറ്റാലിക് ടിപ്പ് ഓഫ് ദി പ്രോബ് ആൻഡ് സർഫസ് ഓഫ് ദി സാമ്പിൾ. എന്തൊക്കെ തമ്മിലുള്ള ടണലിംഗ് ആണ് നടക്കുന്നത്, എന്തിൻ്റെ ഇടയിലുള്ള ടണലിംഗ് ആണ് നടക്കുന്നത്, ഷാർപ്പ് മെറ്റാലിക് ടിപ്പ്, അതാണ് നമ്മുടെ പ്രോബ്. ഓക്കെ, ഷാർപ്പ് മെറ്റാലിക് ടിപ്പ് ഓഫ് ദി പ്രോബ് ആൻഡ് സാമ്പിൾ സർഫസ്. സാമ്പിൾ സർഫസിലേക്ക് ഈ പറയുന്ന പ്രോബിന്റെ ടിപ്പ് ഊഴ്ന്നിറങ്ങിയിട്ടുള്ള ടണലിംഗ് ആണ് അവിടെ ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, STM ഹാസ് a metal needle that scans the sample by moving back and forth and generating information about the curvature of the surface. നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾ ഓഫ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പറയുന്ന ഷാർപ്പ് ടിപ്പ് ഓഫ് ദി പ്രോബ് സർഫസിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് സർഫസിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണോ, അല്ല, ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് അല്ലേ. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർഫസിലുള്ള ആറ്റം ബൈ ആറ്റം ഓരോ ആറ്റത്തിനെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടാണ് ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റം ബൈ ആറ്റം ഉള്ള ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ പറയുന്ന ടിപ്പിന്റെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് വഴി നമുക്ക് സർഫസിനെ കുറിച്ച് ലഭിക്കുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്, STM has a metal needle that scans the sample by moving back and forth, gathering information about the curvature of the surface. നിങ്ങൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നിക്കും പഠിക്കുന്ന സമയത്ത് അവസാനം എല്ലാം കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ള രൂപമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കീ വേർഡ്സ് ഇപ്പോൾ SEM പഠിച്ച സമയത്തും TEM പഠിച്ച സമയത്തും എല്ലാം ഞാൻ ഓരോ കീ വേർഡ്സ് ഇന്നത് കാണുമ്പോൾ നിങ്ങൾ ഇന്നത് ഓർക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് ഓരോ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വേറെ ഇങ്ക് വെച്ചിട്ടോ വല്ല സൈഡിലോട്ട് ആ പറയുന്ന പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക.
അപ്പോൾ അത് കാണുന്ന ഉടനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇന്നതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു ക്യാൻലിവർ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ടിപ്പ് അല്ലെങ്കിൽ പ്രോബ് എന്നൊക്കെയുള്ള വേർഡ്സ് കേൾക്കുന്ന ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയാണ്. അല്ലെങ്കിൽ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ആ വേർഡ് കേൾക്കുന്ന ഉടനെ നിങ്ങൾക്ക് STM ആണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെയുള്ള കീ പോയിന്റ്സുകളെല്ലാം നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പോകണം കേട്ടോ. കാരണം അതൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള കീ പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം STM has a metal needle that scans the sample by moving back and forth and gathering information about the curvature of the sample. It provides a three-dimensional profile of the surface which is very useful for characterizing the surface roughness, observing the surface defects and determining the size and conformation of the molecules and aggregates of the sample. അപ്പം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പ്രോബിൻ്റെ ടിപ്പ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ് ചെയ്ത് ആറ്റം ബൈ ആറ്റം ഓരോ ആറ്റത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, സർഫസിൻ്റെ ഓരോ ആറ്റംസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്കവിടെ അവൈലബിൾ ആവുന്നുണ്ട് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതെന്ന് നോക്കിക്കേ. സർഫസ് റഫ്നെസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് STM വഴി ലഭിക്കുന്നുണ്ട്. ദെൻ സർഫസ് ഡിഫക്ട്സുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ദെൻ ഡിറ്റർമൈനിങ് ദ സൈസ് ആൻഡ് കൺഫർമേഷൻ ഓഫ് ദി മോളിക്യൂൾസ് ഓർ അഗ്രഗേറ്റ്സ് ഓൺ ദി സർഫസ്. സർഫസിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അഗ്രഗേറ്റ്സിൻ്റെ ഒക്കെ സൈസുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. ഇങ്ങനെ പല ഇൻഫർമേഷൻസ് നമുക്ക് STM സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അത് വേണ്ട, ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. The STM uses the tip that ends in a single atom and the voltage is passed through the tip and sample. അല്ലേ, നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ പ്രോബിനകത്ത് ഒരു ടിപ്പുണ്ട്, ഷാർപ്പ് ടിപ്പുണ്ട്. ക്യാൻലിവറിൻ്റെ എൻഡിലായിട്ട് ഒരു ഷാർപ്പ് ടിപ്പുണ്ട്. ഈ ടിപ്പ് അറ്റ് എ ടൈം നമ്മുടെ സർഫസ് മൊത്തമാണോ അനലൈസ് ചെയ്യുന്നത്? അല്ല, അറ്റ് എ ടൈം അതൊരു ആറ്റത്തിനെയാണ് പോയി ടണൽ ചെയ്യുന്നത്. ആ ആറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ആറ്റം ബൈ ആറ്റം സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് സർഫസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതാ പറഞ്ഞിട്ടുള്ളത് ദ STM യൂസസ് ദ ടിപ്പ് ദാറ്റ് എൻഡ്സ് ഇൻ എ സിംഗിൾ ആറ്റം. ഓരോ ടൈമും ഈ ടിപ്പ് ചെന്നിട്ട് ഓരോ ആറ്റത്തിനെ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്യുന്നത്. ആൻഡ് എ വോൾട്ടേജ് ഈസ് പാസ്ഡ് ത്രൂ ദി ടിപ്പ് ആൻഡ് ദി സാമ്പിൾ. ആൻഡ് ഈ പറയുന്ന ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ടിപ്പിലൂടെയും സാമ്പിളിലൂടെയും എന്തിനെ കടത്തി വിടുന്നുണ്ട്? വോൾട്ടേജിനെ കടത്തി വിടുന്നുണ്ട്. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇമേജ് ഫോർമേഷനൊക്കെ പോസിബിൾ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾട്ടേജിൻ്റെ സഹായത്തിലൂടെയാണ് ഈ ടിപ്പ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുകയും അത് ഓരോ ആറ്റത്തിലും ഇതുപോലെ മൂവ് ചെയ്യുകയും ഓരോ ആറ്റത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്ത് ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, the sharp tip of tungsten needle is positioned a few angstrings from the sample surface. A small voltage is applied between the probe tip and the surface causing the electrons to tunnel across the gap. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നത്? ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ പോസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ ആ ടിപ്പ് ആ സാമ്പിളിലോട്ട് ടണൽ ചെയ്യുകയും അല്ലെങ്കിൽ ആ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ പോസിബിൾ ആവുകയും ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന വോൾട്ടേജ് ടിപ്പിൻ്റെയും സാമ്പിളിൻ്റെയും ഇടയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതാ പറഞ്ഞേക്കുന്നത്. എ ഷാർപ്പ് ടിപ്പ് ഓഫ് ടങ്സ്റ്റൺ നീഡിൽ ഈസ് പൊസിഷൻഡ് എ ഫ്യൂ ആംസ്ട്രിങ്സ് ഫ്രം ദ സാമ്പിൾ സർഫസ് ആൻഡ് എ സ്മോൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദി പ്രോബ് ടിപ്പ് ആൻഡ് ദ സർഫസ് കോസിംഗ് ദ ഇലക്ട്രോൺസ് ടു ടണൽ അക്രോസ് ദി ഗ്യാപ്പ്. ഓക്കെ, ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആക്ച്വലി നടക്കുന്നത് നമ്മൾ ഈ സാമ്പിൾ ടിപ്പിൻ്റെയും സർഫസിൻ്റെ ഇടയിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ആസ് എ പ്രോബ് ഈസ് സ്കാൻഡ് ഓവർ ദി സർഫസ് ഇറ്റ് രജിസ്റ്റേർഡ് variations in tunneling current and this information can be processed to provide the topographical image of the surface. അപ്പോൾ ഈ പ്രോബ് നമ്മുടെ സാമ്പിളിൻ്റെ സർഫസ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുമല്ലോ. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ഈ നടക്കുന്ന ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നതിൻ്റെ റേറ്റ് ചിലപ്പോൾ സിമിലർ ആവണം എന്ന് നിർബന്ധമില്ല. പലരുടെ കേസിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ ഡിഫറൻസസ് ഒക്കെ നമ്മളിവിടെ നോട്ട് ചെയ്യപ്പെടുകയും അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടോപ്പോഗ്രഫിക്കൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ഓരോ ആറ്റംസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം ഓരോരുത്തരും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ വ്യത്യാസങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ടാണ് ഫൈനലി നമുക്ക് അവരുടെ കംപ്ലീറ്റ് ടോപ്പോഗ്രഫിക്കൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ചേഞ്ചസ് ഇൻ ദിസ് വോൾട്ടേജ് അലോസ് എ 3-dimensional picture of the material surface to be built up and as the tip is scanned back and forth across the sample. നമുക്കൊരു 3-dimensional കംപ്ലീറ്റ് ആ സർഫസിൻ്റെ ഒരു 3-dimensional ഇൻഫർമേഷൻ നമുക്ക് STM-ൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയുടെ ഒരു കാറ്റഗറി ഡിവിഷനാണ്. ദെൻ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയെ പോലെ തന്നെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിക്കകത്തും രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഒരു ടിപ്പ് വിച്ച് ഈസ് പൊസിഷൻഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ക്യാൻറ്റിലിവർ, അതാണ് നമ്മുടെ പ്രോബായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തത് ഒരു സ്കാനറും ഉണ്ടായിരിക്കും. അത് പീസോ ഇലക്ട്രിക് സെറാമിക് മെറ്റീരിയൽസ് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്കാനറുമായിരിക്കും ഉള്ളത്. ദെൻ ഇവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന പ്രോബിൻ്റെ ടിപ്പും സാമ്പിളും ക്ലോസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കും. വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? അവിടെ ഈ ടിപ്പ് ബാക്ക് ആൻഡ് ഫോർത്ത് സാമ്പിളിൻ്റെ സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും ഈ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നതിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻസ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ആ സാമ്പിളിൻ്റെ കംപ്ലീറ്റ് ടോപ്പോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കും. അതേപോലെ തന്നെ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി സാമ്പിൾ സർഫസ് നമുക്ക് ഈ രീതിയിൽ ലഭിക്കുന്നതാണ്. ഓക്കെ ആണേ? അപ്പോൾ അത്രയുമാണ് നമ്മുടെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിയുടെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ അവരുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യം അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. STM provides a 3-dimensional profile of the surface which allows examining multiple characteristics of the sample such as roughness, surface defects, etc. അപ്പോൾ നോക്കിക്കേ, നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് ഫൈനലി കിട്ടുന്ന ഇൻഫർമേഷനെ നമുക്കൊരു 3 ഡയമെൻഷണൽ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. STM പ്രൊവൈഡ്സ് എ 3 ഡയമെൻഷണൽ പ്രൊഫൈൽ ഓഫ് ദി സർഫസ് സാമ്പിൾ. സർഫസിൻ്റെ അല്ലെങ്കിൽ സാമ്പിളിൻ്റെ സർഫസിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള 3 ഡയമെൻഷണൽ ഡേറ്റ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഇൻഫർമേഷൻ നമുക്ക് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് അലൗസ് എക്സാമിനിങ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഡേറ്റ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു വൈഡ് വെറൈറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അവിടെ സ്റ്റഡി ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ആയിട്ട് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? നമുക്ക് ആ സാമ്പിളിൻ്റെ സർഫസ് റഫ്നെസ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. സർഫസ് ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 3 ഡയമെൻഷണൽ ഇമേജിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഓൾസോ അലൗസ് ദ മെഷർമെന്റ് ഓഫ് വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് ദി സാമ്പിൾ സച്ച് എസ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എക്സെട്ര. അതേപോലെ തന്നെ സാമ്പിളിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് പോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രോപ്പർട്ടീസും നമുക്ക് ഈ STM മെത്തേഡ് വഴി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സാമ്പിളിൻ്റെ ജസ്റ്റ് സർഫസിനെ കുറിച്ചിട്ടുള്ള റഫ്നെസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് അതിൻ്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് STM ടെക്നിക്ക് വഴി സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. Then STM are versatile and are operable under high ultra vacuum conditions or ambient conditions, and samples investigated can be solid, liquid or gas. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹയർ ടെമ്പറേച്ചേഴ്സോ പ്രഷർ കണ്ടീഷൻസോ ഒന്നും വേണ്ട. ഹൈ വാക്വം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹയർ ലെവൽ ഓഫ് ടെമ്പറേച്ചർ പ്രഷർ ഒന്നുമല്ല, ഒരു ആംബിയൻ ലെവലിലുള്ള ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതേപോലെ തന്നെ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് ഏത് സ്റ്റേറ്റിലുള്ള സാമ്പിളിനെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് STM ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാം. അത് പ്രത്യേകിച്ച് കൺസിഡറേഷൻസ് ഒന്നും ഇല്ല. ഇന്ന സ്റ്റേറ്റിലുള്ള ആളെ മാത്രമേ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ് 3 അവസ്ഥയിലുള്ള സാമ്പിൾസിനെയും നമുക്ക് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. Then STM can be operated in a wide temperature range, that is from 0 Kelvin to few 100 degree Celsius. ഓക്കെ, അപ്പം നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമല്ല, ഒരു 0 Kelvin ടു ഒരു 100 ഡിഗ്രി സെൽഷ്യസ് വരെ, അതായത് ഒരു 373 കെൽവിൻ ടെമ്പറേച്ചർ റേഞ്ച് വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചസിൽ, അതായത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ നമുക്ക് STM വർക്കിംഗ് ആണ്, ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ അത്രയുമാണ് അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കിക്കേ. STM ആർ കോംപ്ലെക്സ് ടു ഓപ്പറേറ്റ് ഇഫക്റ്റീവ്ലി. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള വർക്കിംഗ് ആണുള്ളത്. ദെൻ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ടെക്നിക് റിക്വയറിംഗ് ഗ്രേറ്റ് സ്കിൽ ആൻഡ് പ്രിസിഷൻ. നമുക്ക് നല്ല സ്കില്ല്
അതായത് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല സ്കില്ലുള്ള ഒരു വ്യക്തിയെ, അതേപോലെ നല്ല പ്രിസൈസ് ആയിട്ട് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ, ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ HTML നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ദ സർഫസ് മസ്റ്റ് ബി വെരി സ്റ്റേബിൾ ആൻഡ് ക്ലീൻ. എപ്പോഴും നമുക്കൊരു സാമ്പിളിൻ്റെ സർഫസ് അനാലിസിസ് ആണ്, ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൻ്റെ 3 ഡയമെൻഷണൽ ഡേറ്റാസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം. അതിനകത്ത് മറ്റ് ഇമ്പ്യൂരിറ്റീസോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻ കേസ് സർഫസിനകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡേറ്റാസിനെ കാര്യമായിട്ട് ബാധിക്കും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സാമ്പിൾസ് വേണം എപ്പോഴും സെലക്ട് ചെയ്യാൻ എന്നുള്ളത്. ഓക്കെ, അടുത്ത STM റിക്വയർസ് എക്സ്ട്രീം വൈബ്രേഷൻ കൺട്രോൾ ആസ് വെൽ ആസ് വെരി ഷാർപ്പ് ടിപ്സ്. വൈബ്രേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നിർത്തണം. അതേപോലെ തന്നെ നമ്മൾ പ്രോബിനകത്ത് നമ്മൾ പറഞ്ഞു ഷാർപ്പ് ടിപ്പ് അറ്റ് ദി സർഫസ് ഓഫ് ദി കാൻഡിലിവർ, അതാണ് നമ്മുടെ പ്രോബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രോബ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ടിപ്പുള്ള പ്രോബ്സ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇൻ കേസ് അത്യാവശ്യം അത്ര ഷാർപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഈ സാമ്പിളിൻ്റെ സർഫസ് അനാലിസിസ് അത്രത്തോളം ഇഫക്റ്റീവായിട്ട് ക്യാരിഡ് ഔട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ടിപ്പ് വേണം സെലക്ട് ചെയ്യാൻ എന്നുള്ളത് നിർബന്ധമാണ്. ദ എക്യുപ്മെൻറ്റ് ഈസ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷനാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലാബിൻ്റെ ഒരു പെർട്ടിക്കുലർ റൂമിൽ ഇവരെ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറത്തു നിന്നുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യരുത്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ കീപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതും ഇതിൻ്റെ ഒരു പോരായ്മ, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ജസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. എന്തിനൊക്കെ ഇടയിൽ? ബിറ്റ്വീൻ ദി ടിപ്പ് ഓഫ് ദി പ്രോബ് ആൻഡ് ദി സാമ്പിൾ സർഫസ്. സാമ്പിൾ സർഫസിൻ്റെയും അതേപോലെ തന്നെ പ്രോബിൻ്റെ ടിപ്പിൻ്റെ ഇടയിലുള്ള ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മളിവിടെ ബേസിക്കലി സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഈ പറയുന്ന ടിപ്പ് ബാക്ക് ആൻഡ് ഫോർത്ത് കണ്ടിന്യൂസ്ലി ഈച്ച് ഓഫ് ദി ആറ്റം, നമ്മുടെ സാമ്പിളിൻ്റെ സർഫസിലുള്ള ഓരോ ആറ്റത്തിലും ഇതുപോലെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്ത് ഓരോ ആറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുമുള്ള ഇൻഫോർമേഷൻ ഡേറ്റാസ് ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 3 ഡയമെൻഷണൽ ഡേറ്റാസ് ആണ്, നമ്മുടെ സർഫസിൻ്റെ 3 ഡയമെൻഷണൽ ഡേറ്റയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പിളിൻ്റെ സർഫസ് റഫ്നെസ്സിനെ കുറിച്ചിട്ട്, എന്തെങ്കിലും ഡിഫക്ട്സ് സർഫസിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട്, അവരുടെ സൈസ് അല്ലെങ്കിൽ കൺഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന STM-ൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ STM നമ്മൾ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി യൂഷ്വലി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്തിനിടയിൽ? ഈ പറയുന്ന പ്രോബിൻ്റെ ടിപ്പിൻ്റെയും സാമ്പിളിൻ്റെ ഇടയിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഡിഫറൻസസ് വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി അവരുടെ സർഫസ് പ്രോപ്പർട്ടീസ് പല കാര്യങ്ങളും നമ്മൾ യൂഷ്വലി സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ വോൾട്ടേജിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയും അതെന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളൊക്കെ സർഫസിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരികയും അങ്ങനെയാണ് നമ്മൾ ആ സർഫസ് അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പ്രോബ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദെൻ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ബേസിക് പ്രിൻസിപ്പിൾ. അങ്ങനെയുള്ള കുറച്ച് കീ പോയിന്റ്സ് മാത്രം നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഓരോ ടെക്നിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ കീ വേർഡ്സ് എന്തൊക്കെയാണ്, കീ പോയിന്റ്സ് എന്തൊക്കെയാണ്, അതെല്ലാം പ്രത്യേകം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ കാൻറ്റിലിവർ അല്ലെങ്കിൽ പ്രോബ് അറ്റ് ദ ടിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടത് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയാണ്. ഇനി ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് കേൾക്കുന്ന ഉടനെ STM ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് കേട്ടോ. അങ്ങനെയുള്ള കീ പോയിന്റ്സ് എല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് AFM കൂടി ഉണ്ട്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയുടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.